നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗം എന്താണെന്ന് ചോദിച്ചാൽ അത് ഡയബറ്റീസാണ്. പഞ്ചസാര അതിനൊരു പ്രധാന കാരണക്കാരാണ്. ഈ കാലത്ത് വയസ്സായവർക്കുള്ള ഒരു രോഗമൊന്നുമല്ല ഇപ്പം നമ്മൾ പ്രമേഹത്തിന് പറയുന്നത്. ഒരു 25-30 വയസ്സുള്ള യുവാക്കളിൽ വരെ ധാരാളം കാണുന്ന ഒരു അസുഖമായി മാറിയിരിക്കുകയാണ് പ്രമേഹം. ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങളെ പിന്തുടരുന്ന അല്ലെങ്കിൽ നിങ്ങളെ പല രീതിയിലും അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് പ്രമേഹം. ഈ പ്രമേഹത്തിനെ എങ്ങനെ തടയാമെന്നും എങ്ങനെ റിവേഴ്സ് ചെയ്യാമെന്നും ഉള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. ധാരാളം എഫക്റ്റീവായിട്ടുള്ള ടിപ്സുകൾ ചേർത്തിട്ടുള്ള ഒരു 5 സ്റ്റെപ്പ് ഫോർമുലയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു 5M ഫോർമുലയാണ്. ഷുഗർ ഉയർന്നിരിക്കുന്ന സമയത്ത് പല സമയത്ത് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിനുള്ളിൽ ഇങ്ങനെ പ്രമേഹം ഉണ്ടായി തുടങ്ങി എന്നുള്ള അറിയാൻ പറ്റും. HbA1c നോക്കുന്ന സമയത്ത് 5.7 to 6.4 ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്. 6.4 മുകളിലാണെങ്കിൽ നിങ്ങൾ ഡയബറ്റീസ് ആണ്. 3 മാസത്തെ ഷുഗറാണ് HbA1c എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ഷുഗർ സ്ഥിരമായി ഉയർന്നു നിൽക്കുമ്പോൾ അതൊരു ചെറിയൊരു നമ്പർ മാത്രമല്ല, അത് ഓരോ ദിവസവും നമ്മുടെ ഓരോ കോശത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു വിഷമാണ്. നമ്മുടെ രക്തക്കുഴലുകളിൽ ഡാമേജ് ഉണ്ടാവും, ഞരമ്പുകളിൽ ഡാമേജ് ഉണ്ടാവും, ഓർഗൻസിനെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കും. ഇതാണ് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഒരു ചീട്ട് കൊട്ടാരത്തിൻ്റെ ഒരു ചീട്ടിളകി പോകുന്നത് പോലെയാണ് അത്. പതുക്കെ പതുക്കെ അത് ഒറ്റയടിക്ക് കൊളാപ്സ് ആവുന്നില്ലെങ്കിലും പതുക്കെ പതുക്കെ ആ ചീട്ട് കൊട്ടാരം മൊത്തമായിട്ട് പോകും. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. കുറേ നാൾ കഴിയുമ്പോൾ കാഴ്ച മങ്ങിത്തുടങ്ങും, വൃക്കയിൽ തകരാറുണ്ടാവും, ഡയാലിസിസിലോട്ട് പോകും, ഹൃദയം വീക്കാവും, ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത 10 മടങ്ങ് കൂടുകയാണ്, കാലിൽ തരിപ്പുണ്ടാവും, ചെറിയ മുറിവുകൾ പോലും ഉണങ്ങാത്ത അവസ്ഥ ഉണ്ടാവും. ഇതൊരു രോഗമല്ല, ശരിക്കും ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള 5 മാർഗങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനെയാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് 5M മെത്തേഡ്. അപ്പോൾ ഇതിന് പല ആളുകളും പറയുന്നത് ഇതൊരു ചെറിയ പ്രശ്നമല്ലേ, ഇതിന് മരുന്നില്ലേ. പലരും ഷുഗർ ശരിക്കും ഒരു വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആളുകൾക്ക് ഉള്ളതുകൊണ്ട് അവർ വിചാരിക്കുന്നത് അവർ മരുന്നെടുക്കുന്നു, ഞാനും മരുന്നെടുക്കുന്നു. പക്ഷേ ശരീരത്തിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളത് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, റിവേഴ്സ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഡയബറ്റീസിനെ പൂർണ്ണമായിട്ട് മാറ്റാം. അതുപോലെ തുടക്കകാലത്തൊക്കെ പ്രമേഹം കണ്ടെത്തിയാൽ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. എത്ര രോഗികളാണ് ഞാൻ ചെയ്ത വീഡിയോസ് കണ്ട് ഫോളോ ചെയ്ത് റിവേഴ്സ് ചെയ്യുന്നറിയും. എനിക്ക് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് പ്രമേഹത്തിനെ മരുന്നില്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യകാലങ്ങളിൽ ചെയ്യേണ്ട ഫലപ്രദമായിട്ടുള്ള മെത്തേഡുകളാണ് ഞാൻ പറയുന്നത്. അതുപോലെ പ്രമേഹം വരാതിരിക്കാനും ഈ മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് എങ്ങനെ ചെയ്യാമെന്നും ഇത് എങ്ങനെ 1 മാസത്തെ പ്ലാൻ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് അയയ്ക്കുക, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അയയ്ക്കുക. ഉറപ്പായിട്ടും ഞാനൊരു മാസത്തിൻ്റെ അകത്ത് ആ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് തരാം. അപ്പോൾ എൻ്റെ ആപ്പിൽ അത് ലോഡാവും. ഓക്കെ, അതോടുകൂടി നമുക്ക് എല്ലാവർക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് അതിനകത്ത് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത്രയും ദിവസം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങളുടെ മനസ്സിലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്മൂത്തായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ കോഴ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ ദിവസത്തെ പ്ലാൻ ഉൾപ്പെടെ എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ കണ്ടത് ഡയബറ്റീസ് എത്ര വലിയ ഒരു പ്രശ്നമാണ് നമ്മൾ കണ്ടെത്തി. ഇതിന് പരിഹാരം പല ഡോക്ടേഴ്സും പറഞ്ഞു തരാത്തത് അവർക്ക് സമയമില്ല, അവർക്ക് മരുന്ന് എഴുതിയാൽ മാത്രം മതി, അത് വീണ്ടും വീണ്ടും കഴിക്കുക. അതൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്, വലിയ ബിസിനസ്സാണ്. പലരും ഈ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കാറില്ല, രോഗികളോട് പറഞ്ഞു കൊടുക്കാറുമില്ല. പക്ഷെ ഞാനിത് പറയുന്നത് അത്രമാത്രം ഗുണം ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ നമുക്ക് ഡയബറ്റീസിനെ ആദ്യകാലത്തിൽ റിവേഴ്സ് ചെയ്യാണ്ട് പറ്റും. ഞാൻ എൻ്റെ പേഷ്യൻസിനും അതുപോലെ വ്യൂവേഴ്സിനും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സിമ്പിൾ ഫോർമുലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനാണ് 5M മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ആ ബുക്കിൻ്റെയും പേര്, ഇത് തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്ന കോഴ്സിൻ്റെയും പേര്. അപ്പോൾ ഈ അടിസ്ഥാന രീതി എന്ന് പറഞ്ഞാൽ ഓരോ എമ്മുകളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ 2 M നിങ്ങൾ ശ്രദ്ധിക്കാത്ത എമ്മുകളാണ്. അപ്പോൾ ആദ്യത്തെ M എന്ന് പറഞ്ഞാൽ മൂവ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച ഉടനെ ഇരിക്കരുത്, നടക്കുക. ഓക്കെ, ഇതാണ് ബ്ലഡ് ഷുഗർ സ്പൈക്ക് കുറയാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശരീരത്തിൽ ആഹാരം കഴിച്ച ഉടനെ ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ അവസരം കിട്ടാതെ പോവുകയാണ്. അപ്പോൾ പഞ്ചസാര രക്തത്തിലോട്ട് വരികയും ബ്ലഡ് ഷുഗർ വളരെ ഹൈ ആകുകയും ചെയ്യും. ഇതിന് വളരെ സിമ്പിളായിട്ടൊരു സൊല്യൂഷനുണ്ട്. മൂവ് യുവർ ബോഡി. നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം 10 മുതൽ 15 മിനിറ്റ് സ്ലോ ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ മസിൽസ് ആ ഗ്ലൂക്കോസ് നേരിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഇതിന്
ഇൻസുലിൻ പോലും വേണ്ടി വരില്ല. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോകില്ല. ഇതൊരു വളരെ സീക്രട്ട് സിമ്പിൾ ടിപ്പാണ്. ഒന്ന് നോക്കിയേ, ഇതൊരു തിയറി അല്ല, ഇതൊരു സയൻസ് ആണ്. ജേർണൽ ഓഫ് അപ്ലൈഡ് ഫിസിയോളജി പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ്, പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് നടക്കുക. പോസ്റ്റ് മീൽ നമ്മൾ ഒരു കാരണവശാലും കിടക്കരുത്. ഓക്കെ, നിങ്ങൾ ടാബ്ലറ്റ് എടുക്കാതെ തന്നെ നിങ്ങളുടെ ഒരു പരിധി വരെ ഷുഗർ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ഒരു 10 മുതൽ 15 മിനിറ്റ് നടക്കണം. ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് നോക്കുക. ഇവിടെ സ്പീഡല്ല പ്രാധാന്യം, ഇവിടെ കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ജിമ്മിൽ പോകേണ്ടതില്ല, ഓടേണ്ട ആവശ്യമില്ല, വെറുതെ നടന്നാൽ മതി ചെറുതായിട്ട്. പ്രധാനമായിട്ടും നമ്മൾ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം നടക്കാതിരിക്കരുത്. കാരണം ഡിന്നർ കഴിഞ്ഞാൽ നമ്മൾ കിടക്കാൻ പോവുകയാണ്. രാത്രി ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ബോഡി അത് കൂടുതൽ നേരം സമയത്തിൽ അത് ബ്ലഡിൽ കൂടി നിൽക്കും. കാരണം രാത്രി നമ്മൾ ഉറങ്ങുകയാണ്, റെസ്റ്റാണ്, വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതൊരു ചെറിയ ഹാബിറ്റ് ആണെങ്കിലും ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ദിവസേന ഇത് പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് നിങ്ങളുടെ ശരീരം തന്നെ ഷുഗർ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിമ്പിൾ റൂള് നിങ്ങൾ ഓർക്കുക. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഫോണല്ല എടുക്കേണ്ടത്, ഇരിക്കുകയല്ല ചെയ്യേണ്ടത്, കിടക്കുകയല്ല ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? നടക്കുക. അപ്പോൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഡയബറ്റീസ് കൺട്രോളിലേക്കുള്ള ആദ്യത്തെ നിങ്ങളുടെ വലിയ സ്റ്റെപ്പാണ്. ആദ്യത്തെ എം മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ എം, മീൽ കൺട്രോൾ. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ റോൾ ഉള്ളത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് തീരുമാനിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തും കഴിക്കാം, പക്ഷേ അളവ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തും കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചസാര, അമിതമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫുഡ്, ഇത് മാക്സിമം ഒഴിവാക്കുന്നത്, പറ്റുമെങ്കിൽ ഇല്ലാതാക്കുന്നതിനാണ് നല്ലത്. ബാക്കി നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഏത് ആഹാരവും കഴിക്കാവുന്നതാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന, ബേക്കറിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പഞ്ചസാരകൾ ഒഴിവാക്കുക. കാരണം ഇത് വളരെ വലിയ രീതിയിലാണ് ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കേക്ക് എടുത്ത് കഴിക്കുകയാണ്, അവിടെ അത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. വളരെ പെട്ടെന്നാണ് നമ്മുടെ പഞ്ചസാര സ്പൈക്ക് ഉണ്ടാകുന്നത്. ശരീരത്തിലെ ഗ്ലൂക്കോസ് വളരെ വേഗത്തിൽ ഉയരും, അത് പ്രശ്നമാണ്. അതിനാൽ സഡൻ ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്ന സാധനങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഇനി മീൽ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ്, നമ്മൾ ഫുള്ള് ചോറെടുത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം ഉണ്ടാവും. കാരണം അവിടെ അരിയാണ്, അരി നേരെ ഗ്ലൂക്കോസ് ആയിട്ട് മാറും, ബ്ലഡ് ഷുഗർ വളരെ വേഗത്തിൽ ഉയരും. അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പയർ പുഴുങ്ങുക. ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നതാണ് പയർ പുഴുങ്ങിയോ അല്ലെങ്കിൽ കടല വേവിച്ചതോ കഴിക്കും. എല്ലാ ദിവസവും ആഹാരത്തിൽ ഒരു പകുതി പ്ലേറ്റ് അതെടുക്കുക. അത് പ്രോട്ടീനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം നമ്മൾ ഒരു പിടി ചോറ്, ഒരു പ്ലേറ്റിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് വെജിറ്റബിൾസ്, അത് വെള്ളരിക്ക ആയാലും മതി, ക്യാരറ്റ് ആയാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോരനായാലും മതി. എന്നിട്ട് കുറച്ച് ഭാഗം ചോറ്, ബാക്കി ഭാഗത്ത് പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. വളരെ സ്മാർട്ട് ഈറ്റിംഗ് ആണിത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ചോറും കഴിക്കാം, ഇഷ്ടമുള്ള മീൻകറിയും കഴിക്കാം, ഇഷ്ടമുള്ള എല്ലാ തോരനും കഴിക്കാം. പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വയറ് നിറയും. അതുപോലെ നമുക്ക് ചോറ് കഴിച്ചതിൻ്റെ ഒരു സന്തോഷവും കിട്ടും. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തഡാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു മെത്തഡാണ്. എൻ്റെ HbA1c ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ 5.4ൻ്റെ താഴെയാണ്. അപ്പോൾ ഫൈബർ വളരെ പ്രധാനമാണ്. വെജിറ്റബിൾസ് അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഫ്രൂട്ട്സ്, അതുപോലെ മുഴുധാന്യങ്ങൾ പറ്റുമെങ്കിൽ മുഴുധാന്യങ്ങൾ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രോട്ടീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ സഡനായിട്ട് സ്പൈക്ക് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ കാർബ്സ് മാത്രം കഴിച്ചാലുള്ള പ്രശ്നം അതാണ്. ഇപ്പം ഞാൻ ഒന്നും ആഹാരം കഴിക്കാതിരുന്നിട്ട് ഒരു 6 ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചാൽ അത് പ്രശ്നമാണ്. ലാൻസെറ്റ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രോളജി പോലുള്ള ജേണലിലെല്ലാം ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പഠനങ്ങളെല്ലാം പറയുന്നത് ലോ ഗ്ലൈസിമിക് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുക വളരെയധികം സാധ്യതയാണ്. ലോങ് ടൈം അവർക്ക് ഡയബറ്റീസ് റിസ്ക് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർ ആഹാരം ഒരു മെഡിസിൻ പോലെ കാണുക, അമിതമാവരുത്. നമ്മൾ ആഹാരത്തിനെ മരുന്ന് പോലെ കഴിച്ചു കഴിഞ്ഞാൽ മരുന്നിനെ ആഹാരം പോലെ കഴിക്കേണ്ട അവസ്ഥയില്ല. കേട്ടില്ലേ? അപ്പോൾ ഇതൊരു സിമ്പിൾ റൂളാണ്. കുറച്ച് ഫുഡ് എന്നുള്ളതല്ല, റൈറ്റ് ഫുഡ് സെലക്ട് ചെയ്യുക. റൈറ്റ് ഫുഡ് കുറച്ച് എമൗണ്ടിൽ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ ഓരോ പ്ലേറ്റും നമ്മൾ തീരുമാനിക്കണം, ഇത് പഞ്ചസാരയാണോ എന്ന് തീരുമാനിക്കണം. ഇത് ഷുഗർ ആണോ, എൻ്റെ ശരീരത്തിൽ ഇത് പഞ്ചസാരയായിട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത്, എപ്പോഴും നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. നമുക്ക് എന്തും കഴിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ കേക്ക് കഴിക്കുവാണെങ്കിൽ ഒരു ചെറിയ പീസ് കഴിക്കാം, നിങ്ങൾക്ക് പ്രമേഹമൊന്നും ഇല്ലെങ്കിൽ. പക്ഷേ അത് മൊത്തം കേക്ക് ഒരു 2-3 പീസൊക്കെ കഴിക്കുമ്പോഴാണ് പ്രശ്നം. മൂന്നാമത്തെ എന്ന് പറയട്ടെ, അതാണ് മസിൽ. മസിൽ ഇല്ലെങ്കിൽ നമുക്ക് പ്രമേഹം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ശരീരത്തിൽ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം മസിലാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ഒരു ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഏതാണ്? ലിവറോ കരളോ ഒന്നും അല്ല, അത് മസിലാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരുന്ന ഒരു ഗ്ലൂക്കോസ്, അതിൽ വലിയൊരു പങ്കും
മസിൽസിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനാൽ മസിൽ നല്ലതായാൽ, മസിൽ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ബെറ്റർ ആവും. മസിൽ ഇല്ലെങ്കിൽ വളരെ പ്രശ്നമാവും. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോൾ നമ്മുടെ മസിൽ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ജീവിതശൈലി മാറി, ഇപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, എല്ലാവരും ഇരിക്കുകയാണ്, ഫുൾ ടൈം ഇരിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മസിലൊന്നും ഡെവലപ്പ് ആവുന്നില്ല, മസിലിൻ്റെ മാസ് കുറയുകയാണ്. ഇത് സാർക്കോപീനിയ എന്നുള്ള അവസ്ഥയിലോട്ട് വരും. നമ്മൾ വണ്ണം ഉള്ളെന്ന് വിചാരിക്കുന്നത് മസിലല്ല, അതെന്താണ്? അത് ഫാറ്റാണ്, കൊഴുപ്പാണ്. അപ്പോൾ മസിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മാംസമാണ്. മസിൽ പ്രായമാവുമ്പോഴും കുറയും, അതുപോലെ നടക്കുന്നുമില്ല. പല കാരണങ്ങളും കാരണം മസിലിൻ്റെ ഗ്ലൂക്കോസ് സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും, ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ പറ്റാതെ ശരീരത്തിനാവും. ശരീരത്തിന് ആ ബുദ്ധിമുട്ട് കാരണം പ്രമേഹത്തിലോട്ട് വരും. അപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ വ്യായാമം ഇമ്പോർട്ടൻ്റ് ആണ്. മസിൽസിനുള്ള വ്യായാമം ചെയ്യുക. ഇതിനുവേണ്ടി ജിമ്മിൽ തന്നെ പോകണമെന്നില്ല, പക്ഷേ വെയിറ്റ് എടുക്കണം. റെസിസ്റ്റൻസ് ട്രെയിനിങ് വേണം ചെയ്യാൻ. ഞാൻ റെസിസ്റ്റൻറ്റ് ബാൻഡ് കൊണ്ട് എങ്ങനെ എക്സസൈസ് ചെയ്യാന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആഴ്ചയിൽ കുറഞ്ഞത് 2 മുതൽ 3 പ്രാവശ്യമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് വേണമെന്നാണ്, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞാൽ. അത് ജിമ്മിലായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ റെസിസ്റ്റൻറ്റ് ബാൻഡ് പോലുള്ള അല്ലെ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസുകളും ചെയ്യാം. സിമ്പിൾ എക്സസൈസ് സ്ക്വാറ്റ് എക്സസൈസ് ചെയ്യാം, ലഞ്ചസ് ചെയ്യാം, പുഷപ്പ് എക്സസൈസ് ചെയ്യാം, റെസിസ്റ്റൻറ്റ് ബാൻഡ് എക്സസൈസ് ചെയ്യാം. ഇതെല്ലാം പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവ റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂടും. അതോടെ നമ്മൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടും. നമ്മുടെ പ്രമേഹത്തിലോട്ട് നമ്മൾ പോകില്ല, പ്രമേഹത്തിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ എം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിമ്പിൾ കാര്യമാണ്. നടന്നാൽ മാത്രം പോരാ, നടന്നാൽ ഷുഗർ ബേൺ ചെയ്യും. മസിലാണ് ഷുഗറിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മസിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ലോങ് ടൈം നിങ്ങൾക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ മസിലിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യണം. അപ്പോൾ റിയൽ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ മസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 3 എം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി 4ാമത്തെ എം. 4ാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഡയബറ്റീസിനെ ഭക്ഷണത്തോടും അതുപോലെ എക്സസൈസിനോടും മാത്രമാണ് ബന്ധിപ്പിക്കുന്നത്, അല്ലേ? പക്ഷെ ഒരു വലിയൊരു ഫാക്ടർ നമ്മൾ മറക്കുന്നുണ്ട്. അതെന്നറിയോ? സ്ട്രെസ്സാണ്, മാനസിക സമ്മർദ്ദം. അത് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു ശക്തമായ ഒരു കാരണമാണ്. നമുക്ക് പലപ്പോഴും പല ടെൻഷനുകളുണ്ട്, അല്ലേ? വീട്ടിലെ ടെൻഷൻ, ഓഫീസിലെ ടെൻഷൻ, കുട്ടിയെ ഓർത്തുള്ള ടെൻഷൻ, ആവശ്യമില്ലാത്ത കാര്യത്തിനെ ഓർത്ത് ടെൻഷൻ, ചിലപ്പോൾ രാജ്യം തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, ആഭ്യന്തര കലഹങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ള ടെൻഷനാവും. ഇത് നമ്മുടെ കോർട്ടിസോൾ ഇങ്ങനെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ബ്ലഡ് ഷുഗറിനെ ബാധിക്കും. ഒരു എമർജൻസി മോഡിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോർട്ടിസോൾ ഉണ്ടാവുന്നത് കുഴപ്പമില്ല. ഒരു പട്ടി ഓടിക്കാൻ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന കോർട്ടിസോൾ കുഴപ്പമില്ല, ഷോർട്ട് ടൈമായിട്ട് വരുന്ന പ്രശ്നമല്ല. പക്ഷേ ഇന്നത്തെ ജീവിതത്തിൽ സ്ട്രെസ് ഒരു ക്രോണിക് പ്രോബ്ലമായി മാറിയിരിക്കുകയാണ്. എപ്പോഴും ടെൻഷനാണ്, ഡെയിലി ടെൻഷനാണ്. ജോലിയുടെ സമ്മർദ്ദമാവാം, ചിലപ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലം ആവാം, സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലം. ഇതെല്ലാം കാരണം കോർട്ടിസോൾ സ്ഥിരമായിട്ട് ഉയർന്ന നിലയിൽ നിൽക്കും. അത് നമ്മുടെ ശരീരത്തിൽ നല്ലതല്ല. അത് നമുക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡയറക്റ്റ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇത് കൂട്ടും. ബ്ലഡ് ഷുഗർ കൺട്രോൾ പതുക്കെ കുറഞ്ഞു വരും. അതായത് നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്താലും എക്സസൈസ് ചെയ്താലും നമുക്ക് മാനസിക സമ്മർദ്ദം വളരെ ഹൈ ആണ്. അൺകൺട്രോൾഡ് ആണെങ്കിൽ ഷുഗർ പ്രോപ്പറായിട്ട് കൺട്രോൾ ആകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാനസിക സമ്മർദ്ദം കൺട്രോൾ ചെയ്യണം. ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ ഉൾപ്പെടെയുള്ള പല പഠനങ്ങളിലും പറയുന്നത് ക്രോണിക് സ്ട്രെസ് ഉള്ളവർക്ക് ഡയബറ്റീസ് റിസ്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത് സൈക്കോളജിക്കൽ ഒരു ഇഷ്യൂ മാത്രമല്ല, ഒരു ഫിസിയോളജിക്കൽ പ്രോബ്ലവും ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയുള്ള മാനസിക വ്യായാമങ്ങൾ ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ സ്ട്രെസ് കൺട്രോൾ ഒരു ലക്ഷറി അല്ല, അത് നിങ്ങളുടെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സൈലൻ്റായിട്ട് നേച്ചറിനെ കണ്ടുകൊണ്ടിരിക്കുക, പ്രകൃതി കാണുക. ഒരു കടൽ തീരത്തോ ഒരു പുഴയുടെ തീരത്തോ ഒക്കെ പോയിരിക്കുക. അതൊക്കെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഴുതുക നിങ്ങളുടെ മനസ്സിലുള്ള തോട്ടുകൾ, അത് മനസ്സിനെ ശാന്തമാക്കുന്ന മെത്തേഡാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസിൽ ഇൻവോൾവ് ചെയ്യുക. അപ്പം മനസ്സ് ശാന്തമാണെങ്കിൽ നമ്മുടെ ഷുഗറും കൺട്രോൾ ആവും. അപ്പം മനസ്സ് ശാന്തമാക്കി വെക്കാനായിട്ട് നോക്കുക, ശരീരം തന്നെ ബാലൻസിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയട്ടെ. ഇതാണ് 4ാമത്തെ കാര്യം. ഇനിയാണ് ഏറ്റവും അവസാനത്തെ എം, അല്ലേ? 5ാമത്തെ എം പ്രധാനപ്പെട്ടതാണ്, മെറ്റബോളിക് റീസെറ്റ്. നമ്മൾ പലപ്പോഴും എക്സസൈസിനെയും ഡയറ്റിനെയും കുറിച്ചൊക്കെ സംസാരിക്കും, പക്ഷേ ഉറക്കത്തിനെ കുറിച്ച് സംസാരിക്കാറില്ല. നമ്മുടെ മെറ്റബോളിക് റീസെറ്റ് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഉറങ്ങുന്ന സമയത്താണ്. ശരീരം റെസ്റ്റ് എടുക്കുകയാണ്. ശരീരത്തിന് റിപ്പയർ നടക്കുന്നത് ഉറക്കത്തിലാണ്. കൃത്യമായി 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. വളരെ പ്രധാനമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം വിശ്രമിക്കുകയാണ്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കും?
മെറ്റബോളിസം എല്ലാം റീസെറ്റ് ആകുകയാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഹോർമോൺസ് എല്ലാം ബാലൻസ് ആകുകയും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നല്ലോണം നോർമൽ ആകുകയും ചെയ്യും. അപ്പോൾ ഇൻസുലിൻ നല്ലോണം വർക്ക് ചെയ്യണമെങ്കിൽ നല്ലോണം ഉറങ്ങണം. അതും നേരത്തെ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. 9 മണി അല്ലെങ്കിൽ 10 മണിയാകുമ്പോൾ ഉറങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ ഉറങ്ങിയാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഭക്ഷണം കുറച്ചാലും എക്സസൈസ് ചെയ്താലും പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉറക്കം ക്ലിയർ ആക്കാനായിട്ട് നോക്കുക. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങുക. സ്ലീപ്പ് ഫൗണ്ടേഷൻ പോലുള്ള സ്ഥാപനങ്ങളുടെ പല പഠനങ്ങളിലും തെളിയിക്കുന്നുണ്ട്, നമ്മൾ 6 മണിക്കൂറിൽ കുറവാണ് കണ്ടിന്യൂസ് ഉറങ്ങുന്നത്. കൃത്യമായിട്ട് നേരത്തെ ഉറങ്ങുന്നില്ല, എല്ലാ ദിവസവും 2 മണി 3 മണി 4 മണി വരെയൊക്കെ ഉണർന്നിരിക്കുകയാണെങ്കിൽ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിലോട്ട് എത്തിക്കാം. പ്രമേഹത്തിൽ തുടങ്ങും, പിന്നെ കൊളസ്ട്രോൾ വരും, പിന്നെ ഹാർട്ട് പ്രോബ്ലം വരും, പല അസുഖങ്ങളും ഉണ്ടാവും. അപ്പോൾ ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? നമുക്ക് വിശപ്പ് വരും. പ്രത്യേകിച്ചും രാത്രി 3 മണിക്കൊക്കെ എണീറ്റിരുന്ന് നോക്കി വിശക്കും. അപ്പോൾ നമുക്ക് ഗെർലിൻ എന്നൊരു സാധനമുണ്ട്, അതൊരു ഹങ്കർ കൂട്ടുന്നൊരു ഹോർമോണാണ്. അതുപോലെ ലെപ്റ്റിൻ എന്ന സാധനമുണ്ട്, ഒരു സാറ്റിറ്റി ഹോർമോണാണ്, അത് കുറയും. അപ്പം ഗെർലിൻ കൂടുകയും ലെപ്റ്റിൻ കുറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നും. നമ്മൾ വീണ്ടും എടുത്ത് കഴിക്കുക. ആ കഴിക്കുന്ന മിക്കവാറും ജങ്ക് ഫുഡായിരിക്കും. രാത്രിയൊക്കെ ബിസ്ക്കറ്റോ ഒക്കെ ആയിരിക്കും എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഉറക്കവും കിട്ടില്ല. അപ്പോൾ വീണ്ടും ഇത് വലിയൊരു പ്രോബ്ലം. അപ്പോൾ രാത്രി മൊബൈൽ യൂസ് കുറയ്ക്കുക. രാത്രി ഒരു 9 മണി 10 മണിയാകുമ്പോൾ ഉറങ്ങാനായിട്ട് നോക്കുക. ഹെവി ഫുഡ് രാത്രി കഴിക്കാതിരിക്കാൻ നോക്കുക. കഴിക്കുവാണെങ്കിൽ ഒരു 7 മണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എപ്പോഴും പറയുന്നതാണ്, നമ്മൾ കഴിച്ചിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉറങ്ങാവൂ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ കാര്യം ഓർക്കുക. നല്ലവണ്ണം ഉറങ്ങിയാൽ നമുക്ക് നല്ലവണ്ണം ഷുഗറും കൺട്രോൾ ചെയ്യാൻ പറ്റും, പല അസുഖങ്ങളും നമുക്ക് തടയാണ്ട് പറ്റും. നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു ഉറക്കം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം തന്നെ ആ ഒരു ബാലൻസ് റീസ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി 5 എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നാണ് കുറച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ എൻ്റെ വീഡിയോ കോഴ്സ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. ഞാൻ 1 മാസത്തിനകത്ത് ആ വീഡിയോ കോഴ്സ് നിങ്ങൾക്കായിട്ട് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൂവ് ചെയ്യുക, മീൽ ഇമ്പോർട്ടൻ്റ് ആണ്, മസിൽ ബിൽഡ് ചെയ്യുക, മൈൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ മെറ്റബോളിസം റീസെറ്റ് ചെയ്യണം. ഈ 5 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഒരു പ്രോബ്ലം ആവില്ല, അതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമായിട്ട് മാറും. അപ്പോൾ ഷുഗർ കൺട്രോൾ എന്ന് പറയുന്നത് ടാബ്ലറ്റ് കൊണ്ട് മാത്രമല്ല നടക്കുന്നത്, ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു 5M എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തഡാണ്. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു അസുഖമല്ല ഡയബറ്റീസ്, വർഷങ്ങളെടുത്ത് ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലമായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് പ്രമേഹം ഭാവിയിൽ വരാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 5M മെത്തേഡ് ഫോളോ ചെയ്യുക. ഒരു ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ നമുക്ക് സിമ്പിളായിട്ട് ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒന്നോടെ പറയുക, മൂവ്, ഭക്ഷണത്തിന് ശേഷം നടക്കുക, മീൽ, ശരിയായ ഒരു ഭക്ഷണം തിരഞ്ഞെടുക്കുക, 3 മസിൽ, ശരീരം ശക്തമാക്കുക, 4 മൈൻഡ്, സ്ട്രെസ്സ് കുറയ്ക്കുക, 5 മെറ്റബോളിസം റീസെറ്റ് ചെയ്യുക, ഉറങ്ങുക, നല്ല ഉറക്കം ഉറപ്പാക്കുക. ഇത് 5 സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. ആ സിസ്റ്റം പെർഫെക്റ്റ് ആക്കാനായിട്ട് മാക്സിമം നോക്കുക. ഡെയിലി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, പ്രമേഹം ഭാവിയിൽ വരാതിരിക്കാനും പറ്റും. അപ്പോൾ മരുന്നല്ല നമുക്ക് വേണ്ടത്, ദിവസേനയുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ്. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ധാരാളം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനായിട്ട് തോന്നും.